BCK ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന പണി കപ്പയ്ക്ക് ഇട കളയ്ക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അത് ഈ പ്രാവശ്യത്തെ ശക്തമായ മഴ മൂലം നമ്മുടെ ഈ കപ്പയുടെ ചുവടൊക്കെ നല്ല രീതിയിൽ തറച്ചാണ് കിടക്കുന്നത്. അത്ര നല്ല മഴയായിരുന്നു. ഏപ്രിൽ ലാസ്റ്റോടുകൂടി നമ്മൾ കപ്പയോടൽ എടുത്തതാണ്. അത് ഹിറ്റാച്ചിക്ക് ഇളക്കി കപ്പയോടൽ എടുക്കുമായിരുന്നു. ഇതിന് മുന്നിൽ വാഴയായിരുന്നു ഇതിൻ്റെ അകത്ത് നട്ടിരുന്നത്. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് മഴ പെയ്തപ്പോൾ നമ്മൾ കപ്പത്തണ്ട് നേരത്തെ ഇട്ടിരുന്ന മിച്ചറ് തണ്ടെന്ന് പറയുന്നൊരു തണ്ടായിരുന്നു. അത് ഒരു 9 മാസം കൊണ്ട് വിളയുന്നതായിരുന്നു. ഇപ്രാവശ്യം മഴ മൂലം കപ്പത്തണ്ട് ഒത്തിരി കിളുക്കാതെ പോയി. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു വെറൈറ്റി ആയിട്ട് ഒരു 10 ഇനം കപ്പ തന്നെ നടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചൂട് കണ്ടോ, നല്ല രീതിയിൽ സെറ്റായിട്ടിരിക്കുകയാണേ. ഇതിപ്പോൾ കളയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല രീതിയിൽ സിമെൻ്റ് ഇട്ടേ പോലെ മണ്ണ് ഉറച്ച് കിടക്കുകയാണ്. കാരണം ഈ പ്രാവശ്യത്തെ അതിശക്തമായ മഴയാണ് ഇതിനെല്ലാം പ്രശ്നം. ഇപ്പം ഇന്ത്യക്കാർ ഇപ്പോൾ അവരെ കൂട്ടി നമ്മൾ മൊത്തം ചോടെല്ലാം നല്ല രീതിയിൽ ചിരണ്ടി വിട്ടിട്ടുണ്ട്. ചിരണ്ടി റെഡിയായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പൊട്ടിച്ചു വിടണം. ഈ പൊട്ടിച്ചു വിടുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കപ്പയ്ക്കകത്ത് ഉള്ള കിഴങ്ങ് ഓടണമെങ്കിൽ മണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. നേരത്തെയൊക്കെ ഈ പഴയ ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഇടകളയ്ക്കുക എന്ന് പറയും. ഇടവശം മൊത്തത്തിൽ ഫില്ല് ചെയ്ത് ഒരു തുമ്പ വെച്ച് കളച്ചു പോകുമായിരുന്നു. നമ്മളിത് ഹിറ്റാച്ചിക്ക് എടുത്ത് ഇളക്കി മറിച്ച് കപ്പയിട്ടത് കൊണ്ട് ഇപ്പോൾ അങ്ങനെ ഇട കളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്നും ജസ്റ്റ് പൊട്ടിച്ചു വിടുക. അതുപോലെ തന്നെ ഈ സൈഡ് ഒരു കപ്പ മുടിൻ്റെ അകത്ത് 3-4 കിളിപ്പുകളുണ്ടാവും. അതിൽ 2 എണ്ണമേ നിർത്താവൂ. ബാക്കി ഒരെണ്ണം മസ്റ്റായിട്ട് ഒടിച്ച് കളയണം. 2 എണ്ണത്തിൽ കൂടുതൽ വേണ്ട. ഇപ്പോൾ ഒരു കാറ്റടിച്ച് ഒരെണ്ണം ഒടിച്ചാൽ ഒരെണ്ണം കാണണം. അതാണ് രീതി. ഇതൊരു വെറൈറ്റി ഇനമാണ്. മൊത്തം ബ്രൗൺ കളറാണ്. ഇതുണ്ട്, അതിൻ്റെയൊക്കെ ഇലയ്ക്ക് ഒരു ബ്രൗൺ കളറല്ലേ. അതുപോലെ തന്നെ ഇതൊരു പച്ചത്തണ്ടൻ എന്ന് പറയുന്ന ഒരു ഇനം കപ്പത്തണ്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് രാമൻ കപ്പ എന്ന് പറയുന്നൊരു കപ്പയുണ്ട്. വെറൈറ്റി ആയിട്ട് സാധാ 6 മാസം മിച്ചർ കപ്പയുണ്ട്. അങ്ങനെ ഒരു അതുപോലെ തന്നെ കപ്പക്കിഴങ്ങ് വെള്ള കളറുള്ള കാന്താരിപ്പടപ്പൻ എന്നിങ്ങനെ പല ഇനം കപ്പ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ നട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതിപ്പോൾ മൊത്തം നോക്കി നല്ല രീതിയിൽ പൊടിഞ്ഞ് മണ്ണിളക്കി പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെറിയ രീതിയിൽ ജൈവ രീതിയിലൊക്കെയുള്ള പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും കപ്പ നല്ല രീതിയിൽ ഊറ്റമായിട്ട് ഇതേപോലെ തന്നെ വളർന്നു കയറും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.